പവിത്രതകൾ ഏറെ നിറഞ്ഞ ദുൽഹിജ്ജ മാസം വിട പറയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഒരുപാട് ശ്രേഷ്ഠതകൾ കൊണ്ട് നിറക്കപ്പെട്ട മുഹറം മാസം നമ്മളിലേക്ക് വരാൻ ഏതാനും സമയങ്ങളാണ് ബാക്കിയുള്ളത്. അപ്പോൾ വലിയ ഒരു നന്മ വരുന്നു, വലിയ ഒരു നന്മ നമ്മളിൽ നിന്നും വിട പറയുന്നു. ഒരു ദുഃഖമുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഒരു വർഷം വിട പറയുന്നു, പുതുവർഷം കടന്നു വരുന്നു. ഈ സമയത്ത് 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ മറക്കാൻ പാടില്ല. ഒരു മുഅ്മിൻ ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഓർക്കണം, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. അപ്പോൾ ഏതാണ് മറന്നു പോവാൻ പാടില്ലാത്ത 3 കാര്യം? വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. പുതുവർഷം കടന്നു വരുന്നു, ഒരു വർഷം വിട പറയുന്നു. ഈ സമയത്ത് നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് തൗബ. എന്താണ് തൗബ? തൗബ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? തൗബ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? തൗബയുടെ മുഴുവൻ രൂപങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം, പഠിക്കാം. ഒന്നിച്ച് നമുക്ക് തൗബ ചെയ്യാം. അല്ലാഹു തആല നമ്മുടെ തൗബയെ സ്വീകരിക്കട്ടെ. കഴിഞ്ഞ റമദാനിൽ 27-ാം രാവിൽ ഞങ്ങളൊക്കെ തൗബ ചെയ്തവരാൻ, ഇനിയും തൗബ ചെയ്യണോ? ഇനി അടുത്ത റമദാനിൽ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നവരോട് സ്നേഹപൂർവ്വം ഒരു കാര്യം മാത്രമാണ് ഉണർത്താനുള്ളത്. അതെന്താണെന്ന് ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. അവസാനം വരെ കാണണേ. തൗബ അള്ളാഹു സ്വീകരിക്കട്ടെ. പുതുവർഷത്തെ അള്ളാഹു താല കബൂലാക്കട്ടെ. വിട പറയുന്ന വർഷത്തെ അള്ളാഹു താല നമുക്ക് അനുകൂലമാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ്സ് തരുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തും ജീവിതത്തിൽ നൽകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 2024 പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമ്മളോട് വിട പറയാൻ ഏതാനും ദിവസങ്ങളെന്നിന് പറയാനില്ല, മണിക്കൂറുകളെ നമുക്ക് ബാക്കിയുള്ളൂ. വിശുദ്ധമായ പുതിയൊരു വർഷം മുഹറം മാസം നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ്. 2024 മുഹറം മാസം 1 എന്നായിരിക്കും എന്ന് നിരവധി പേര് ചോദിച്ചിരുന്നു. 2024 മുഹറം 1 എന്നുള്ളത് ഈ വരുന്ന 6-ാം തീയതി ശനിയാഴ്ച മഗ്രിബോടുകൂടി നിലാവ് കണ്ടാൽ പിറ്റേന്ന് ഞായറാഴ്ച മുഹറം 1 ആയിരിക്കും. ഇനി ശനിയാഴ്ച നിലാവ് കണ്ടില്ല എങ്കിൽ ഞായറാഴ്ച ദുൽഹിജ്ജ മാസം 30 പൂർത്തിയാക്കി തിങ്കളാഴ്ചയായിരിക്കും മുഹറം 1. ഒന്നുകിൽ ഞായറാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളിലേക്ക് ഇതാ അടുത്തെത്തിയിരിക്കുകയാണ് പുതിയ വർഷം. അപ്പോൾ ദുൽഹിജ്ജ മാസം വിട പറയുന്നു, മുഹറം മാസം വരുന്നു. നല്ലത് പോകുന്നു, നല്ലത് വരുന്നു. പവിത്രമായ മാസം പോകുന്നു, പവിത്രമായ മാസം വരുന്നു എന്നേ നമുക്ക് പറയാനുള്ളൂ. കാരണം അള്ളാഹു ആദരിച്ച, ബഹുമാനിച്ച 4 മാസങ്ങളിൽ ഒന്നാകുന്ന ദുൽഹിജ്ജ വിട പറയുന്നു. അതുപോലെ ആദരിച്ച, ബഹുമാനിച്ച മുഹറം കടന്നു വരുന്നു. അതായത് ഒരു വർഷത്തിൻ്റെ അവസാനം പോകുന്നു, മറ്റൊരു വർഷത്തിൻ്റെ തുടക്കം വരുന്നു. ഹിജ്റ വർഷം 1445 വിട പറയുന്നു. ഹിജ്റ വർഷം 1446 നമ്മളിലേക്ക് കടന്നു വരുന്നു. ഒരു വർഷം തീരുന്നു, പുതുവർഷം വരുന്നു. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട 3 കാര്യം. ആ 3 കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒന്ന് സംസാരിക്കട്ടെ. അതായത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം അവസാനത്തെ മാസമാണ് ഡിസംബർ. ഡിസംബർ 31-ാം തീയതി പല ആളുകളും, എല്ലാവരുമല്ല, പല ആളുകളും ഒരു പ്രതിജ്ഞ എടുക്കും. നാളെ മുതൽ നന്നാവണം, നാളെ മുതൽ പുകവലി ഉപേക്ഷിക്കണം, നാളെ മുതൽ ഒരു ചീത്ത കൂട്ടുകെട്ടിനുമില്ല, നാളെ മുതൽ ഒന്ന് ജിമ്മിന് പോകണം. അങ്ങനെയൊക്കെ പല ആളുകളും പല രൂപത്തിലാണ് പ്രതിജ്ഞ എടുക്കാറ്. അതൊക്കെ കുറച്ച് ദിവസം ഉണ്ടാവും, പിന്നെയും അങ്ങനെ പോകും. ഇതൊക്കെ ദുന്യവിയായ ചില നന്നാവലുകളാണ്. പക്ഷേ എത്ര മുസ്ലിമീങ്ങളുണ്ട് പുതിയൊരു മുഹറം മാസം, പുതിയൊരു വർഷം വരികയാണ്, എനിക്കിനി നന്നാവണം, എനിക്ക് കൂടുതൽ ഇബാദത്ത് എടുക്കണം, എനിക്ക് അള്ളാഹുവിലേക്ക് അടുക്കണം, എനിക്ക് സുന്നത്തുകൾ ജീവിതത്തിൽ നിത്യമാക്കണം എന്ന് പ്രതിജ്ഞയെടുക്കുന്ന എത്ര പേരുണ്ട്? വളരെ കുറവാണ്. തീരെ തന്നെ ഇല്ല എന്ന് പറയുന്നില്ല, വളരെ കുറവാണ്. പക്ഷേ നമ്മുടെ ഒരു 10 വർഷം 15 വർഷം മുമ്പ് നോക്കിയാൽ നമ്മുടെ വാപ്പമാരും നമ്മുടെ വല്ലുമ്മമാരും നമ്മുടെ വല്ലുപ്പമാരൊക്കെ അവർ ഓരോ വർഷം കഴിയുന്തോറും വരുംതോറും അവർ പുതിയ പുതിയ അമലുകളും പുതിയ പുതിയ കാര്യങ്ങളും കൂടുതലായി ചെയ്തുകൊണ്ടേയിരുന്നു. അതിൻ്റെ ബർക്കത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് വലിയ വീടുണ്ട്, വലിയ കാറുണ്ട്, വലിയ ജോലിയുണ്ട്, വലിയ ശമ്പളമുണ്ട്. ഇല്ലാത്തത് മനസമാധാനമാണ്. പണ്ട് അവിടെ ചെറിയ വീട്,
വാഹനമില്ല, ചെറിയ തൊഴിൽ, അതുപോലെ ചെറിയ വരുമാനം, നല്ല റാഹത്ത്, സമാധാനം. എന്തേ സമാധാനക്കേട് നമുക്കുണ്ടാവാൻ കാരണം? നമ്മൾ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുന്നില്ല, ആദരിക്കേണ്ടതിനെ ആദരിക്കുന്നില്ല. അള്ളാഹു ബഹുമാനിച്ച മുഹറം മാസം കടന്നു വരുന്നു, അള്ളാഹു ബഹുമാനിച്ച ദുൽഹിജ്ജ മാസം വിട പറയുന്നു. ഈ സമയത്ത് ഈ കടന്നു പോകുന്ന ദുൽഹിജ്ജയെയും കടന്നു വരുന്ന മുഹറം മാസത്തെയും ഒന്നിച്ച് ബഹുമാനിക്കണം. അതിന് പറ്റിയ കാര്യമാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹിജ്റ കലണ്ടറിലെ അവസാനത്തെ മാസമാകുന്ന ദുൽഹിജ്ജ മാസം വിട പറഞ്ഞു പോകുന്നു. മുഹറം മാസമാകുന്ന പുതിയ ഒരു വർഷത്തിൻ്റെ തുടക്കം വരുന്നു. ഈ സമയത്ത് ഹാജിമാരൊക്കെ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നു, നല്ല ഹൃദയത്തോടെ, നല്ല ശരീരത്തോടെ. ആ സമയത്ത് പരിശുദ്ധമായ മുഹറം മാസത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളും നല്ല ഒരു ശരീരമുണ്ടാവണം, നല്ല ഒരു മനസ്സുണ്ടാവണം. 3 കാര്യമാണ് ഈ സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്. 1, കഴിഞ്ഞു പോകുന്ന ഈ ഒരു ഹിജ്റ വർഷം, ആ ഹിജ്റ വർഷത്തെ നല്ല രൂപത്തിൽ യാത്രയാക്കണം. നല്ല രൂപത്തിൽ യാത്രയാക്കേണ്ടത് എങ്ങനെ? ഒരൊറ്റ കാര്യം, തൗബ. തൗബയുടെ മനസ്സോടെയാണ് നമ്മൾ ആ വർഷത്തെ യാത്രയാക്കുന്നതെങ്കിൽ കഴിഞ്ഞു പോകുന്ന ആ വർഷം നമുക്ക് അനുകൂലമായി നിൽക്കും, സാക്ഷിയാകും. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞു പോയിട്ടുള്ള ഈ വർഷം, ഹിജ്റ വർഷത്തിൽ മുഹറം തൊട്ട് ഈ ഇപ്പോൾ നമ്മളുള്ള ദുൽഹിജ്ജ മാസം, ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം ഒരുപാട് തെറ്റും അബദ്ധങ്ങളും കുറ്റങ്ങളും പോരായ്മകളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ. അതെല്ലാം പൊറുപ്പിച്ചവരായിരിക്കണം നമ്മൾ പുതിയ വർഷത്തെ സ്വീകരിക്കേണ്ടത്. അതിനെന്താ മാർഗം? അതിനും തൗബ തന്നെ. ഇനി വരുന്ന 1446 എന്ന പുതിയ ഒരു ഹിജ്റ വർഷം, അതിനെ സ്വീകരിക്കണം എങ്ങനെ? തൗബയുടെ മനസ്സോടെ. അപ്പോൾ 3 കാര്യവും ചേരണമെങ്കിൽ എന്ത് വേണം? തൗബ വേണം. തൗബയാണ് ഇൻഷാ അള്ളാഹ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ഹിജ്റ വർഷം കടന്നു പോകുന്നു, അപ്പോഴും വേണ്ടത് തൗബയുടെ മനസ്സ്, തൗബയുടെ ശരീരം. ചിലരപ്പോൾ പറയും, ഉസ്താദേ ഞങ്ങൾ കഴിഞ്ഞ 27-ാം രാവിലെ റമളാനിൽ തൗബ ചെയ്തവരാണ്, നമ്മൾ ഈ ചാനലിൽ തന്നെ ഉസ്താദിൻ്റെ കൂടെ ഇരുന്ന് തൗബ ചെയ്തവരാ, ഇനി തൗബ ചെയ്യണോ? എടോ, ഓരോ സെക്കൻഡിലും തൗബ ചെയ്യണമെന്നാണ്. കാരണം ഓരോ സെക്കൻഡിലും തൗബ ചെയ്താൽ പോലും നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് പരിഹാരമാവില്ല. എത്രയെത്രയോ അബദ്ധങ്ങളും തെറ്റുകളും ജീവിതത്തിൽ ചെയ്തു പോകുന്നവരായി പറയുന്ന ഞാനും നിങ്ങളും. അപ്പം അതുകൊണ്ട് തൗബ എപ്പോഴും വേണം, തൗബയുടെ മനസ്സെപ്പോഴും വേണം. ഇൻഷാ അള്ളാഹ് തൗബയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളുണ്ട്, തൽക്കാലം അങ്ങോട്ട് കിടക്കുന്നില്ല. നമുക്ക് നേരെ തൗബയിലേക്ക് പോകാം. അതിനു മുമ്പ് മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ ജാമിഉ സ്വഗീർ എന്ന കിതാബിൽ പറയുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാമിൻ ഖാഫിത്വൈനി റഫഅ ഇലല്ലാഹി മാ ഹഫിള ഫയുറാഫി അവ്വലു സ്വഹീഫത്തി ഖൈറാ വഫി ആഖിരിഹാ ഖൈറാ ഇല്ലാ ഖാലല്ലാഹു തആല ലി മലായികതിഹി ഇഷ്ഹദു അന്നി ഖദ് ഗഫർതു ലി അബ്ദി മാ ബൈന തുറഫൈനി സ്വഹീഫത്തി ഔ കമാ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഒരു ഹദീസാണ്, വളരെ അർത്ഥവത്തായ ഹദീസാണ്. അതായത് നമ്മളിൽ നിന്നും ഒരു വർഷം, ഹിജ്റ വർഷം വിട പറയുന്നു, പുതിയൊരു ഹിജ്റ വർഷം വരുന്നു. അപ്പോൾ ഒന്ന് വരുന്നു, ഒന്ന് പോകുന്നു, രണ്ടും ശ്രേഷ്ഠതയുള്ള മാസമാണ്. അപ്പോൾ ഒരു വർഷത്തിൻ്റെ അവസാനത്തിലും ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലും നമുക്ക് നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും. ഒരു വർഷത്തിൻ്റെ അവസാനം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും. ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലും അല്ലാഹുവിലേക്ക് ചെയ്യുന്ന അമലുകൾ ഉയർത്തപ്പെടും. അപ്പോൾ ഈ കിതാബ്, നമ്മളുടെ നന്മയും തിന്മയും എഴുതപ്പെടുന്ന കിതാബ് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ ഇവൻ നന്മ ചെയ്തിട്ടുണ്ട്, ഒരു വർഷത്തിൻ്റെ അവസാനത്തിലും ഇവൻ നന്മ ചെയ്തിട്ടുണ്ട് എന്ന് അതിൽ രേഖപ്പെടുത്തിയാൽ അല്ലാഹു തആല മലക്കുകളോട് പറയും, എന്ത് പറയും? ഇഷ്ഹദു അന്നി ഖദ് ഗഫർതു ലി അബ്ദി മാ ബൈന തുറഫൈനി സ്വഹീഫത്തി, എൻ്റെ അടിമകൾക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സാക്ഷിയാവണം. കാരണം ഇവൻ്റെ ഏടിൽ, ഇവൻ്റെ കിതാബിൻ്റെ ഒരു വർഷത്തിൻ്റെ അവസാനത്തിലും ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലും ഇവൻ നന്മകൾ ചെയ്തിട്ടുണ്ട്, ഇവൻ തൗബ ചെയ്തിട്ടുണ്ട്, ഇവൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവനിക്ക് പുറത്തു കൊടുത്തു. മലക്കുകളെ നിങ്ങൾ സാക്ഷിയാണെന്ന് അള്ളാഹു മലക്കുകളോട് പറയുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് വിട പറയും
വരുന്ന ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ ഏതാനും മണിക്കൂറുകൾ നമ്മൾ തൗബയിലായിരിക്കണം, ഇബാദത്തിലായിരിക്കണം. വരുന്ന മുഹറം മാസത്തെ സ്വീകരിക്കേണ്ടതും തൗബയോടെയാവണം, നല്ല കർമ്മങ്ങളിലൂടെയാവണം. അതുകൊണ്ട് തന്നെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണ്. കാരണം ഒരു വർഷം പോകുന്ന സമയത്ത് നോമ്പുകാരായി ആ വർഷത്തെ യാത്രയാക്കുന്നു. മുഹറം മാസം വരുന്നു, മുഹറം 1 മുതൽ നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അപ്പോൾ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലും മറ്റൊരു വർഷത്തിൻ്റെ അവസാനത്തിലും നമ്മൾ നന്മകൾ ചെയ്തവരായി മാറണം. പറ്റുന്നവർ നോമ്പെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തൗബയുടെ വചനം എപ്പോഴും വായിലുണ്ടാവണം. മാത്രമല്ല ഒരുപാട് സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം ചെയ്യുന്നവരായി നമ്മൾ മാറണം. അല്ലാഹു തആല നമ്മുടെ തൗബയെ പരിപൂർണമായി സ്വീകരിക്കട്ടെ. വിട പറഞ്ഞു പോകുന്ന ദുൽഹിജ്ജ മാസത്തെ കബൂലാക്കട്ടെ. നമ്മളിലേക്ക് കടന്നു വരാനുള്ള പരിപാവനമായ മുഹറം മാസത്തെ ഒരുപാട് നന്മകൾ കൊണ്ട് സ്വീകരിക്കാനും അതിലൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും റബ്ബ് നമുക്ക് തൗഫീക്ക് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരിമാരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മളിനി തൗബയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടി ഇരിക്കുക. നമ്മളൊക്കെ തെറ്റുകൾ ചെയ്തു പോകുന്നവരാണ്, അബദ്ധങ്ങൾ ചെയ്തവരാണ്. നമ്മുടെ വല്ലുപ്പയാകുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും ചില പിഴവുകൾ, അല്ലെങ്കിൽ മഹാനവറുകൾക്ക് വലിയ തെറ്റ് ചെയ്തു, പാപം ചെയ്തു എന്ന് നമ്മൾ പറയാൻ നിൽക്കേണ്ട. കാരണം അവരൊക്കെ വലിയ പ്രവാചകന്മാരാൽ, അവരൊന്നും അങ്ങനെ തെറ്റല്ല ചെയ്തത്. അവരുടെ ഗവേഷണത്തിൽ ചില പിഴവ് സംഭവിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ അവർക്ക് പോലും അങ്ങനെ ചില ഒരു പിഴവ് സംഭവിച്ചെങ്കിൽ പച്ച മനുഷ്യരായ നമുക്കൊക്കെ എത്രയോ അബദ്ധങ്ങൾ പറ്റും. അള്ളാഹു എല്ലാം വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒറ്റക്കും കൂട്ടായും നിരവധി തെറ്റുകളും അള്ളാഹുവെ പടച്ചോനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അപ്പോൾ ഇൻഷാ അല്ലാ 100 പേരെ കൊന്ന ആൾക്കും അള്ളാഹു തആല പുറത്തു കൊടുത്ത ചരിത്രം നമുക്ക് ഹദീസിന്റെ കിതാബിൽ. 100 പേരെ കൊന്നു, അവനിക്കും അള്ളാഹു തആല പുറത്തു കൊടുത്തു. അത് വെറുതെ പുറത്തു കൊടുത്തു, അവൻ തൗബ ചെയ്തിട്ടൊന്നും അല്ല പുറത്തു കൊടുത്തത്. മറിച്ച് അവൻ തൗബയുടെ ഒരു വചനം പോലും പറയാതെ, പക്ഷേ അവൻ്റെ തൗബയുടെ മനസ്സവനിക്കുണ്ടായിരുന്നു. തൗബയുടെ ഒരു വചനം പോലും പറഞ്ഞിട്ടില്ല, പക്ഷെ തൗബയുടെ മനസ്സവനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹു തആല പുറത്തു കൊടുത്തു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തൗബയുടെ മനസ്സുണ്ടാവണം. തൗബ നമ്മൾ നാവ് കൊണ്ട് പറയാൻ പോവുകയാണ്. അപ്പോൾ വിശുദ്ധമായ ഖുർആനൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഒരു തെറ്റ് ചെയ്ത മനുഷ്യനെ സാന്ത്വനിപ്പിക്കുന്ന തരത്തിലാണ് സംസാരം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തം ശരീരത്തോട് തെറ്റുകൾ ചെയ്തു പോയ ആളുകളോട് നബിയെ ഒന്ന് പറഞ്ഞു കൊടുക്കണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹിൻ്റെ റഹ്മത്തിനെ തൊട്ടൊന്നും നിരാശരാവണ്ട, അള്ളാഹ് എല്ലാം പുറത്തു തരും. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്ക്. അതുപോലെ തന്നെ വസ്തഗ്ഫിരില്ലാ ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ. നിങ്ങൾ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്, പാപമോചനം തേട്. അള്ളാഹു തആല പൊറുക്കുന്നവനാണ്, ദയാലുവാണ്. ഇങ്ങനെ ഒരുപാട് ആയത്തുകളിലൂടെ അള്ളാഹു തആല നമുക്ക് തൗബയുടെ വാതിലുകൾ തുറന്നു തരുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബയിലേക്ക് കടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം 100 പ്രാവശ്യമെന്നും അല്ല 70 പ്രാവശ്യമെന്നും ഇസ്തിഗ്ഫാർ പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഹദീസിലൊക്കെ കാണുവാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് തൗബ, ആ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? പശ്ചാത്താപം, ഖേദിച്ചു മടങ്ങുക എന്നാണ് തൗബ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ തൗബ ചെയ്യുന്നതിന് മുമ്പ് 4 കാര്യം ശ്രദ്ധിക്കാനുണ്ട്. തൗബ ചെയ്യുന്നതിന് മുമ്പ് 4 കാര്യം ശ്രദ്ധിക്കണം, എന്നാലും നമ്മളെ തൗബ സ്വീകരിക്കപ്പെടും. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? 1, മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ 4 കാര്യങ്ങളും ഒരു ബൈറ്റിന്റെ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതാണത്? ഉത്തുലൂബു മതാബൻ ബിന്നദാമതി മുഖ്ലിആ وبعزم ترك الذنب فيما استقبلا وبراءة من كل حق الآدمي ولهذه الأركان فرعا وكملا. 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് അല്ലാഹു തആല നമ്മളെ തൗബ സ്വീകരിക്കുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, ആ ചെയ്തു പോയ തെറ്റിലും അബദ്ധത്തിലും പൂർണ്ണമായ ഖേദം ഉണ്ടാവണം. ഇപ്പോഴും മനസ്സിലൊരു ഖേദമൊന്നുമില്ല, ഒരു സങ്കടമൊന്നുമില്ല. ചെയ്തു പോയ തെറ്റിൽ സങ്കടമൊന്നുമില്ല, അതിലൊക്കെ വലിയ സന്തോഷമാണ്. കള്ളു കുടിച്ചായിരുന്നു, ആ സന്തോഷം. അല്ലെങ്കിൽ മോശത്തരം ചെയ്തു, ആ സന്തോഷം. ആ സന്തോഷമല്ല, അതൊരു ദുഃഖമാവണം. അല്ലാഹുവേ ചെയ്തു പോയി, ആ ഒരു ദുഃഖമുണ്ടാവണം. ഖേദിച്ചിട്ട് വേണം നമ്മൾ തൗബ ചെയ്യാൻ. അതുപോലെ രണ്ടാമത്, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അത് ഒഴിവാക്കണം. തൗബ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ തെറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയല്ല. അത് നമ്മൾ ഒഴിവാക്കണം. ചെയ്തു പോകുന്ന തെറ്റ് ഒഴിവാക്കണം. പിന്നെയോ 3-ാമത്തെ കാര്യം, ഇനി ഒരിക്കലും അത്തരത്തിൽ തെറ്റിലേക്ക് ഞാൻ മടങ്ങൂല എന്നും നമ്മൾ ഉറപ്പിക്കണം.
ഇനി ഒരിക്കലും മടങ്ങൂല. മടങ്ങലും മടങ്ങാതിരിക്കലൊക്കെ അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് പിന്നെ തീരുമാനമുണ്ടാകുമ്പോൾ ഇനി അള്ളാഹു താല വിധിച്ചു ഇനി വീണ്ടും ചെയ്യലാണെങ്കിൽ നമ്മൾ ചെയ്തു പോകും. അള്ളാഹു താല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി മടങ്ങൂല എന്ന് നമ്മൾ ഉറപ്പിക്കണം, മനസ്സും ശരീരവും ഉറപ്പിക്കണം. അതുപോലെ നാലാമത്തെ കാര്യം, നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയൽവാസി, നമ്മുടെ സഹോദരൻ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ കൂട്ടുകാർ, അവരെയൊക്കെ ആരോടെങ്കിലും എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ, സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ അത് വീട്ടുക. അല്ലെങ്കിൽ എന്തെങ്കിലും നമീമത്ത്, ഏഷണി, പരദൂഷണം, കുറ്റം പറച്ചിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് പൊരുത്തം ചോദിക്കണം. ഈ 4 കാര്യമുണ്ടെങ്കിലേ തൗബ സ്വീകരിക്കൂ. അല്ലെങ്കിൽ വെറുതെ വായിലെ വെള്ളം പറ്റാമെന്ന് മാത്രം. അതുകൊണ്ട് ഈ 4 കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണേ. ഈ ആദ്യത്തെ 3 കാര്യം നമുക്ക് ശ്രദ്ധിക്കാം, പക്ഷേ ഈ 4ാമത്തെ കാര്യമാണ്. മറ്റുള്ളവനോട് കുറ്റം പറഞ്ഞിട്ടുണ്ട്, കുറവ് പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട്, അവനോട് പോയി പൊരുത്തം ചോദിക്കാനൊന്നും നമുക്ക് എന്താ, കാരണം അവൻ എന്നെക്കാളും താഴ്ന്നവനാണ്, ഞാൻ എന്തിനാ അവനോട് പൊരുത്തം ചോദിക്കുന്നത് എന്ന് നമ്മുടെ സ്റ്റാറ്റസ് പലപ്പോഴും നമ്മളെ സമ്മതിക്കൂല. അതൊന്നും പാടില്ല. അല്ലാഹു തആല നമ്മുടെ തെറ്റ് പൊറുക്കണമെങ്കിൽ ആദ്യം നമ്മൾ മനുഷ്യനോടുള്ള ബാധ്യത നിർവഹിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ 4 കാര്യവും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൗബയിലേക്ക് കടക്കുകയാണ്. തൗബ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും തൗബ. അപ്പോൾ ഒന്നിച്ച് നമ്മുടെ കൂട്ടത്തിൽ പറയുക. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യമാണ് ഇവിടെ തൗബ ചെയ്യുന്നു, നിങ്ങളിത് ആവർത്തിച്ച് പലപ്പോഴായിട്ട് നിങ്ങൾക്ക് പറയാം. ഈ വീഡിയോ നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് തൗബ നിങ്ങൾക്ക് പൂർണ്ണമായും നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അതിങ്ങനെ ആവർത്തിച്ച് സമയം കിട്ടുമ്പോലെയൊക്കെ പറയുക. കാരണം ഇനി മുഹറം മാസം വരാൻ ഇനിയും നമുക്ക് 2-3 ദിവസം കൂടിയുണ്ട്. അപ്പോൾ ആ ദിവസം ഓരോ ദിവസവും നമുക്കിത് തൗബ ആവർത്തിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഒന്നുകൂടി കണ്ട് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് തൗബ ചെയ്യുക. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന തൗബയെ പരിപൂർണമായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ച് പറയുക, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അൽ ഖദീം, അൽ കരീം, الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت العلام الغيوب أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ, അറിഞ്ഞ് ചെയ്ത അറിയാതെ ചെയ്ത, ഇരുട്ടിലും വെളിച്ചത്തിലും ചെയ്ത, ഒറ്റക്കും കൂട്ടായും ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ നീ മാപ്പ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ അനേകം തെറ്റുകളും ദുർമര്യാദകളും ചെയ്തവരാകുന്നു.
ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരുപ്പം കൊണ്ടും വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പൊറുത്ത് കൃപ ചെയ്ത് തന്നില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങൾ കഠിനമായ നിന്റെ നരകത്തിൽ പെട്ടുപോകും. അല്ലാഹ് റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ തൗബയെ നീ കബൂൽ ചെയ്തതിന് ശേഷം അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ റഹ്മത്തിനെ ഊരിക്കളയല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ പിശാച്, നിന്റെ ശൈത്വാനിന്റെ ശത്രുക്കളിൽ നിന്നും അവന്റെ ഉപദ്രവത്തിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അത് കഴിഞ്ഞ് നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഇനി പറയുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله عليها نحيا وعليها نموت وعليها نبعث إن شاء الله. ഞങ്ങളുടെ രക്ഷിതാവേ അല്ലാഹുവേ, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല. നിന്റെ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ അടിമയാണ്, നിന്റെ റസൂലാണ്. ആ ഒരു ഉറപ്പാണ് ഞങ്ങൾക്കുള്ളത്. അതിൻ്റെ മേൽ ഞങ്ങൾ ജീവിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ മരിക്കുന്നു. അല്ലാഹുവേ, ആ ഒരു ദൃഢനിശ്ചയത്തിലാണ് ഇൻഷാ അല്ലാഹ് നാളെ ഞങ്ങൾ മഹ്ശറയിലേക്ക് വരുന്നത്. ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ചെയ്തുപോയ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഇനിയുള്ള ദിവസങ്ങൾ പാപങ്ങളില്ലാത്ത ദിവസങ്ങളാക്കി മാറ്റണേ അല്ലാഹ്. അപ്പോൾ ഏകദേശം നമ്മൾ തൗബയുടെ ഒരു രൂപമാണ് ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെ നമുക്ക് ഒരുപാട് ദിക്റുകളൊക്കെ അറിയാം. അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് ഒരുപാട് കണ്ട് പറയുക. പിന്നെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അതുമൊക്കെ ഇസ്തിഗ്ഫാറിൻ്റെ വചനമാണ്. ഇതൊക്കെ നമ്മൾ പറയുക. പിന്നെ ഒരുപാട് സ്വലാത്ത്, അതുമൊക്കെ ഇസ്തിഗ്ഫാറാണ്. നമ്മൾ ഒരുപാട് തെറ്റുകൾ പുറത്തു തരാൻ നമുക്ക് സ്വലാത്തുകൾ കൊണ്ട് പറ്റും. അപ്പോൾ ഒരുപാട് സ്വലാത്തുകൾ പറയുക. ഇതെല്ലാം എന്താണ്, തൗബയിൽപ്പെട്ടതാണ്. ഇൻഷാ അള്ളാഹ് നമ്മൾ ചെയ്ത തൗബ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, എല്ലാം അള്ളാഹു താല വിട്ടുപുറത്തു മാപ്പാക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാഹ് പുതിയ ഒരു വർഷം നമ്മളിലേക്ക് വരുന്നു. ഒരു വർഷം നമ്മളിൽ നിന്ന് വിട പറയുന്നു. ഈ സമയത്ത് നല്ല തൗബയുടെ മനസ്സുണ്ടാവണം, ഇനി നന്നാവണം എന്ന ചിന്ത പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. അള്ളാഹു താല നമ്മളെല്ലാവരെയും നമ്മുടെ സ്വഭാവം എല്ലാമൊക്കെ നന്നാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ചെറിയൊരു ദുആയോടുകൂടി ഇൻഷാ അള്ളാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ഹലാലായ മുറാദ് ഹാസിലാവാൻ, വേദനകൾ മാറാൻ, വിഷമങ്ങൾ രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടി ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി എഴുതുന്ന നിരവധി ഉപ്പമാരുണ്ട്. എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അർഹമുർ-റഹീമീനായ അല്ലാഹ്, രാജാതിരാജനായ റഹ്മാനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, തെറ്റുകൾ ചെയ്തവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങൾ തൗബ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ തൗബയെ നീ കബൂലാക്കണേ റഹ്മാനെ. ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി, അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടായി റബ്ബേ, ഇരുട്ടിലും വെളിച്ചത്തിലും ഒരുപാട് തിന്മകൾ ചെയ്തവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ഹലാലായ മുറാദുകളുണ്ട്, എല്ലാം നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. വേദനകൾ മാറ്റണേ അല്ലാഹ്, വിഷമങ്ങൾ മാറ്റണേ അല്ലാഹ്, സങ്കടങ്ങൾ മാറ്റണേ അല്ലാഹ്. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരവധി പേരുണ്ട്, എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, പരിശുദ്ധമായ മുഹറം മാസം ഞങ്ങളിലേക്ക്
മാസത്തിലേക്ക് വരികയാണ്. ആ മുഹറം മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും ഒരുപാട് ഇബാദത്ത് എടുക്കുവാനും നീ തൗഫീക്ക് തരണേ അല്ലാ. പരിപാവനമായ ദുൽഹിജ്ജ മാസം വിട പറഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, ഈ മാസത്തിൽ ഞങ്ങൾ ചെയ്ത എല്ലാ അമലുകളും സ്വീകരിക്കണേ അല്ലാ. ഹാജിമാരുടെ ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂലും മബ്റൂറുമായി ഖബൂലാക്കണേ അല്ലാ. ഈ കഴിഞ്ഞു പോകുന്ന വർഷത്തിൽ നിരവധി തിന്മകൾ ചെയ്തവരാണ്, എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഈ കഴിഞ്ഞു പോകുന്ന വർഷം ഞങ്ങൾക്ക് അല്ലാഹുവേ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ. ഒരുപാട് പേര് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമന്റായി ദുആ വസിയത്ത് പറയുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹുവേ, ഓരോ ദിവസവും എത്രയോ ആളുകളാണ് കമന്റ് എഴുതുന്നത്. എല്ലാം നിനക്കറിയാം. അവരുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും എന്തെല്ലാം ആർക്കെല്ലാം ഉണ്ടോ എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അവരുടെ പഠനത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. കടങ്ങൾ മാറ്റി തരണേ അല്ലാ. രോഗങ്ങളെല്ലാം ശിഫയാക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ തൗബയെ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ഫലസ്തീനിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലത്ത് മുസ്ലിമീങ്ങൾ പ്രയാസത്തിലാണ്. നീ അല്ലാഹുവേ ക്ഷമ പ്രദാനിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കാലാവസ്ഥ വളരെ പ്രതികൂലമാണ് പല സ്ഥലത്തും, അവർക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഖൈറായ മഴ തരണേ അല്ലാ. അല്ലാഹുവേ, ഷർറായ അതുപോലെ തന്നെ ഞങ്ങൾക്ക് അദാബാകുന്ന മഴയെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമ്മുടെ തൗബയുടെ നമ്മുടെ ദുആഇന്റെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ആവർത്തിച്ച് കണ്ട് തൗബയിൽ പങ്കെടുക്കാം. അല്ലാഹു തആല നമ്മുടെ തൗബയെ കബൂലാക്കട്ടെ. പുതുവർഷം അൽഹംദുലില്ലാ നമ്മളിലേക്ക് വരികയാണ്. അതിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനും കഴിഞ്ഞു പോകുന്ന ഈ വർഷത്തെ നല്ല രൂപത്തിൽ യാത്രയാക്കാനും അല്ലാഹു നമുക്ക് ഉദവി നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.